എം.എസ്. വേണുഗോപാൽ ആക്രമണം ഏത് രീതിയിലാണോ അമേരിക്ക നടത്തുന്നത് അതേ രീതിയിൽ തന്നെ കൗണ്ടർ അറ്റാക്ക് നടത്തുന്നുണ്ടല്ലോ ഇറാൻ. ഏത് ഭാഗത്താണ് ആക്രമണം നടന്നത്, അല്ലെങ്കിൽ ഏത് മേഖലയാണ് ആക്രമിക്കുന്നത്, അതേ മേഖല തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇറാൻ ഇപ്പോൾ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് ട്രംപിനെയും യുഎസിനെയും വെട്ടിലാക്കുന്ന പ്രധാന പ്രശ്നം. ഇറാൻ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിനു മുമ്പിട്ടതെല്ലാം വെറും കളിക്കോപ്പുകളായിരുന്നു, ഇനിയാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭീകരമായ ആക്രമണ ശക്തിയുള്ള ആയുധങ്ങൾ പുറത്തെടുക്കാൻ പോകുന്നത്, മിസൈലുകൾ പുറത്തെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അടുത്തെങ്ങും കഴിയുകയുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 10,000-കണക്കിന് ചാവേറുകളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലിയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് തങ്ങൾക്ക് എത്ര വലിയ ആക്രമണം ഉണ്ടാകുന്നു അതിന് തുല്യമായ ആക്രമണം GCC രാഷ്ട്രങ്ങളിലേക്ക് നൽകിക്കൊണ്ട് GCC രാഷ്ട്രങ്ങളെ പ്രഷറിൽ കൊണ്ടുവരിക, GCC രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോഴത്തെ തന്ത്രം എന്ന് കാണാവുന്നതാണ്. അപ്പോ ഞങ്ങളെ ഏത് വിധത്തിൽ ആക്രമിക്കും, ഞങ്ങളുടെ പാലമാണെങ്കിൽ GCC രാഷ്ട്രങ്ങളിലെ പാലം, അത് അവർ നേരിട്ട് പറയില്ല, പക്ഷേ ഞങ്ങൾക്ക് തത്തുല്യമായ ആക്രമണം അപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കും. ഹോർമോസിലേക്കോ അല്ലെങ്കിൽ ഖാർഗ് ഐലൻഡിലേക്കോ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് GCC രാഷ്ട്രങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ GCC രാഷ്ട്രങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഉദിക്കുന്നത് ട്രംപ് അദ്ദേഹത്തിന്റെ സുഹൃത്തമായ ശൈലിയിൽ ഈ മുമ്പൊക്കെ ജീവിതകാലത്ത് മുഴുവൻ നടത്തിയിരുന്ന പോലെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബുള്ളിയിങ് മെത്തേഡിൽ അദ്ദേഹം അന്തർദേശീയ വിഷയങ്ങളെയും ഇന്റർനാഷണൽ ട്രാൻസാക്ഷനെയും ട്രേഡിനെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ യുദ്ധത്തിലും കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ടാരിഫ് പ്രശ്നത്തിൽ ഞാൻ 20% ആക്കും, 50% ആക്കും, 100% ആക്കും, 150 ആക്കും, 200 ആക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞാനിപ്പോ ഇറാനെ അങ്ങനെ തകർത്തുകളെയും ഇങ്ങനെ തകർത്തുകളെയും പിന്നെ ഈ വംശം അവിടെ ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം വിടുവായത്തരം അധികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് ഇത് നിയന്ത്രിക്കാനുള്ള യാതൊരുവിധ കപ്പാസിറ്റിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നതാണ് ഇടയ്ക്ക് താഴോട്ട് വരികയും വീണ്ടും മുകളോട്ട് കയറുകയും ചെയ്യുന്ന ഈ യുദ്ധപ്രഖ്യാപനങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അമേരിക്കയ്ക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ അധിക നാളാവില്ല. ഇറാന് ഈ യുദ്ധം അധിക നാൾ നീട്ടിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹവും ഉള്ള പോലെയാണ്. കാരണം അവർക്ക് അവരുടെ രാഷ്ട്രത്തിലെ ജനതയേക്കാൾ വലിയ പ്രശ്നം അവരുടെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ റവല്യൂഷണറി ആർമിയുടെ ഒക്കെ നിലനിൽപ്പ് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇപ്പോൾ ഒരു വാർത്ത ഞാൻ കേട്ടത്, ടർക്കിയുടെ കിഴക്കൻ പ്രദേശത്തെ ചില മലനിരകളുടെ പാസിൽ കൂടെ പല ഇറാനിയൻസും ടർക്കിയിലേക്കും മറ്റും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലർ തങ്ങളുടെ ബന്ധുക്കളുള്ള രാഷ്ട്രങ്ങളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് അവിടെയും പ്രശ്നങ്ങളുണ്ട്, ജനത വളരെയധികം ഭീതിയിലാണ്. 4000 സ്ഥലത്താണ് ബോംബ് വർഷിച്ചിരിക്കുന്നത്, മിസൈലുകൾ വർഷിച്ചിരിക്കുന്നത്. എന്നാലും നോക്കൂ, ഇന്ത്യയുടെ പകുതിയുള്ള ഒരു രാഷ്ട്രം അവരുടെ 4000 പ്രദേശങ്ങളിൽ, അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ വൾനറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് 4000 സ്ഥലത്ത് മിസൈലുകളും ബോംബുകളും വർഷിച്ചിരിക്കുന്നത്, കനത്ത ബോംബുകൾ വർഷിച്ചിരിക്കുന്നത്. എന്നിട്ടും അവരെ തടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ചാവേറുകളെ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാവേറുകൾക്ക് വേണ്ടി ഒരു ആർമി ഉണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ മുമ്പ് ഒരു ടോക്കിൽ പറഞ്ഞ പോലെ 32 അവരെ ആർമിയെ വിഭജിച്ചു വെച്ചിരിക്കുകയാണ്. ഒരാളല്ല തലവൻ, 32 തലവന്മാരുണ്ട്. ആ 32 പേർക്കും റീജിയൻ തിരിച്ച് വാറിനുള്ള ഡിക്ലറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇറാന് ഉചിതമായത് എന്തും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു സെൻട്രൽ ഡയറക്ഷന് പോലും ഇല്ലാതെ പെട്ടെന്ന് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോലും കഴിയുന്ന വിധത്തിൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായിട്ടും ഒക്കെ അറിയുന്നു. ഇതൊക്കെ വിദേശ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ കുറെയൊക്കെ സത്യമുണ്ട് എന്നുള്ളതാണ്. ശരി ശരി ശ്രീ ഐസക് ജോൺ, ഗൾഫിൽ ഒരു ശാന്തത വന്നതായിരുന്നുവല്ലോ, ഇത് എസ്കലേറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളായിരുന്നു ഉണ്ടായിരുന്നത്, അവസാനത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇറാനിലെ ഈ B1 പാലം തകർത്തതോടുകൂടി വീണ്ടും ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടോ? പക്ഷേ അത്
ഡ്രോൺ ആക്രമണം മിസൈലുകളും തകർക്കുവാനുള്ള സംവിധാനം ഈ രാജ്യങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് മഞ്ജുഷ്, അതായത് ഗൾഫില് അങ്ങനെ ഒരിക്കലും ഒരു ദിവസം പോലും ഒരു ശമനം ഉണ്ടായിട്ടില്ല. അപ്പൊ UAE ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ചിലപ്പോൾ ഒരു അറ്റാക്ക് ഇവിടെ ഇല്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളെ അവർ ആക്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാം ഒരുമാതിരി ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഗൾഫ് മാത്രമല്ല, ലോകരാജ്യങ്ങൾ മൊത്തം ഈ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.